ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റത്തെ അല്ലേ, അവസാനത്തെ 5 ചില്ലുകളുണ്ട്. ഇതിൽ 5ാമത്തെ ചില്ലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 5ാമത്തെ ചില്ലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അത് നോക്കിയിരിക്കുക. നമ്മൾ ഐയുടെ ചിഹ്നം എഴുതില്ലേ? ഐയുടെ ചിഹ്നമല്ല, ഐയുടെ ചിഹ്നമാണെങ്കിലും എയുടെ ചിഹ്നമാണെങ്കിലും എഴുതില്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ന എഴുതണം. ന. അപ്പം എയുടെ ചിഹ്നം കൈയെടുക്കരുത്. ന ഒരുമിച്ചാണ് എഴുതാം. എയുടെ ചിഹ്നം എഴുതി കൈയെടുക്കാതെ അതിനോട് ചേർത്ത് തന്നെ നമ്മൾ നായ എഴുതി. ഇനി എന്താണെന്നറിയോ? കണ്ട, ഇതാണ് അവസാനത്തെ ചില്ല്. എന്താണ് ഇതിനെ പറയുന്നത്? എന്താണ്? നോക്കിയിരിക്കുക. എയുടെ ചിഹ്നം എഴുതി കൈ എടുക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനോട് ചേർത്ത് നായ എഴുതി. പിന്നെ ഇങ്ങനെ. ഇതെന്താണ്? കിട്ടിയോ? വാക്കുകൾ വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ കിട്ടുള്ളൂ. ഓക്കെ, നോക്കുക. ഏതാണ് അക്ഷരം? ത, തൂ അല്ലേ? ത, ഉ, തൂ. ഇനി നമ്മൾ ഈ അക്ഷരം എഴുതുക, ഈ ചില്ല എഴുതുകയാണ് നമ്മളിവിടെ. കണ്ടോ? ത, ഉ, തൂ, തൂൺ. തൂൺ. എന്താണ്? തൂൺ. പില്ലർ അല്ലേ? വീടിനൊക്കെ നമ്മളൊരു പില്ലർ വെക്കാറില്ലേ? ഇതാണ് തൂൺ. കിട്ടിയോ? ത, ഉ, തൂൺ. പറഞ്ഞേ, തൂൺ. ഓക്കെ, കിട്ടിയോ? ത, ഉ, തൂൺ. ഓക്കെ, അടുത്ത വാക്കിലേക്ക് പോയാലോ? അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതേതാണ് അക്ഷരം? എത്രയോ തവണ നമ്മൾ എഴുതി. മ. ഓക്കെ, ഇത് ഊ. അപ്പൊ എന്താ വരിക? മ, ഉ, മൂ അല്ലേ? അപ്പൊ എങ്ങനെയാ വരിക? മൂ, മൂൺ. എന്താണ്? മൂൺ. എന്താ മൂൺ? ആകാശത്ത് രാത്രിയിൽ അമ്പിളിമാമനെ കണ്ടിട്ടുണ്ടോ? അമ്പിളിമാമനെ കണ്ടിട്ടുണ്ടോ ആകാശത്ത് രാത്രിയിൽ? പകലാരെയാ കാണുക? സണ്ണാണ് അല്ലേ? ഡേയിൽ സണ്ണിനെ നമുക്ക് കാണാൻ പറ്റും. നൈറ്റ് ആരെയാ കാണുക? നൈറ്റ് ആരെയാ നമ്മൾ കാണുക ആകാശത്ത്? മൂൺ, ചന്ദ്രൻ. അമ്പിളിമാമനെ കാണാൻ പറ്റും അല്ലേ? മൂൺ. എന്താണ്? മൂൺ. കേട്ടോ, നമ്മൾ പറയുന്നത് ഈ
എന്ന ചില്ല് ഉപയോഗിച്ചിട്ടാണ് അല്ല. തൂൺ, മൂൺ. ഓക്കെ, കിട്ടിയില്ലേ? അപ്പം നമ്മൾ 5 ചില്ലുകൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞു. പഠിച്ചിട്ടുള്ളത് ആ ഉച്ചാരണം അറിയാൻ വേണ്ടിയിട്ട് ക്ലിയറായിട്ട് എല്ലാ ദിവസവും ഓരോന്നോരോന്ന് മനസ്സിലായോ? പഠിപ്പിക്കുന്നത് അതാത് ദിവസം പഠിക്കുക. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യണം? 15 മിനിറ്റ് മലയാളത്തിന് വേണ്ടി മലയാളം വായിക്കാനും എഴുതാനും പറയാനും ഒക്കെ കിട്ടുന്നതിന് വെറും 15 മിനിറ്റ് സ്കൂളിലെ പാഠപുസ്തകം പഠിക്കാനായിട്ട് നിങ്ങൾ എടുത്തോ. അതുകൂടാതെ ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക വായിക്കാനും പറയാനും എഴുതാനും ഒക്കെ വേണ്ടിയിട്ട്. അക്ഷരങ്ങളും വാക്കുകളൊക്കെ പഠിച്ച് നമ്മൾ വാക്യങ്ങളിലേക്ക് പോകണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പഠനം എളുപ്പമാകണം എന്നുണ്ടെങ്കിൽ നിരന്തരമുള്ള നമ്മുടെ പരിശ്രമം ആവശ്യമാണ്. എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് പഠിച്ചു, കുറച്ചേ കിട്ടിയുള്ളൂ. നാളെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കിട്ടും. അടുത്ത ദിവസം പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കിട്ടും. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കത് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, യെസ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം. നന്ദി. ബൈ.